ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കിടിലം ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പൊറാട്ടയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ബീഫൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വലിയ സവാളയാണ് ചേർക്കുന്നത്. ഒരു 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ജാറിൽ ചതച്ചിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 1 കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് നമ്മളിപ്പോൾ ഒരു 5 വിസിൽ അടിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒക്കെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാൻ. ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണത് ഈ പൊടി കേട്ടോ. നല്ലൊരു മണം വരുന്ന വരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ കേട്ടോ പെട്ടെന്ന്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടി മാറ്റി വെക്കാം കേട്ടോ. പൊടി നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ കടായിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ചൂടായതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മളിത് അതുപോലെ ഒന്ന് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇല നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണയിൽ കിടന്ന കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ കറിക്ക്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 10-20 ചെറുള്ളി എടുത്തിട്ടുണ്ട്, അത് നടുകെ കീറിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് മൂപ്പിക്കണം. ഇനി ചെറുള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ നമ്മൾ പച്ചമുളക് ചതച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളിയാണ്, ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. ഇതാ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മസാലപ്പൊടികൾ വറുത്തത്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ കുക്കറിൽ വിസിലടിച്ച് വെച്ച ബീഫും അതിൻ്റെ സ്റ്റോക്കും എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ കറി പത്തിരിയുടെ കൂടെ പൊറാട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ക്രിസ്മസിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മളെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഇത് തിളപ്പിക്കണം. കുറച്ച് നേരം തിളപ്പിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കുറച്ച് ഓവർ ലൂസായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്തി കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി വരും. കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി കറിയുടെ മേലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് പെപ്പർ കറി എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ളൊരു കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.